കേരളം ഇന്ന് മഹത്തായ ഒരു ചുവടുവയ്പ്പിലേക്ക് പോകുമ്പോൾ, കേരളം ഒരു വലിയ പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ പത്രങ്ങൾ എങ്ങനെ ആ വാർത്തകളെ കൈകാര്യം ചെയ്തിരിക്കുന്നു, അത് തന്നെയാണോ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത എന്നൊക്കെ നമുക്ക് ആരോട് ചോദിക്കാം? വി എസ് സനോജിനോട് ചോദിക്കാം. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. കേരളപ്പിറവിയുടെ ആശംസകൾ. കേരളപ്പിറവി ദിന ആശംസകൾ വി എസ് സനോജിനും. എന്താണ് പത്രവിശേഷങ്ങൾ? തീർച്ചയായിട്ടും സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രഖ്യാപനം കേരളം നടത്താൻ പോകുന്നു. അതിൻ്റെ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അത് എല്ലാ പത്രങ്ങളും അതിന് പ്രത്യേക സപ്ലിമെൻറ്റുകൾ സഹിതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ നൽകിയിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയാം. പല പത്രങ്ങളിലും ഇന്ന് പല പത്രങ്ങളും രണ്ട് സെഗ്മെൻ്റായിട്ടാണ്, അതായത് അല്ലെങ്കിൽ രണ്ട് പത്രങ്ങളുണ്ട് ഇന്ന്, മനോരമയ്ക്കും മാതൃഭൂമിക്കുമെല്ലാം. ഏതായാലും കേരളപ്പിറവി, അതുമായി ബന്ധപ്പെട്ട് മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാർത്തകൾ, അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെയുള്ള ഒരു ദിവസം എന്ന് പറയാം. മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ അതിഥി ദേവോഭവ എന്ന് തുടങ്ങി എഴുതിയ ആ ഒന്നാം പേജിൽ ഇന്ന് പിറക്കും അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ആ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് നൽകിയിരിക്കുന്നു. അത് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുപ്രഖ്യാപനവുമുണ്ട്. അതിൽ കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരും ഒപ്പം മന്ത്രിമാരും പങ്കെടുക്കും എന്നുള്ളതാണ്. ഈ രീതിയിൽ, അതായത് മലയാളം ഭാഷയുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ വളരെ വൈവിധ്യമുള്ള ധാരാളം വാർത്തകളുള്ള അല്ലെങ്കിൽ സൈഡ് സ്റ്റോറീസ് ഉള്ള ഒരു ദിവസം എന്ന് പറയാം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ലേഖനം ഇന്ന് എല്ലാ പത്രങ്ങളുടെ എഡിറ്റ് പേജിലുണ്ട്. ഒപ്പം കൗതുകകരമായ ചില ധാരാളം വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. IPS മലയാളികളാക്കിയ മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാതൃഭൂമി 3-ാം പേജിൽ ഈ മറ്റ് ഭാഷകളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന IPS IAS മലയാളം പഠിപ്പിക്കുന്ന ഒരു മാഷിനെ കുറിച്ച്, സെബാസ്റ്റ്യൻ ജോസഫ് എന്ന് പറയുന്ന ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനെ കുറിച്ചുള്ള ഒരു സൈഡ് സ്റ്റോറി ഇന്ന് മാതൃഭൂമിയുടെ ഉൾപേജിലുണ്ട്. അത് വളരെ കൗതുകരമാണ്. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിലെ മലയാളം വകുപ്പ് മുൻ അധ്യക്ഷനായിട്ടുള്ള സെബാസ്റ്റ്യൻ ജോസഫ്, അദ്ദേഹം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖിനൊപ്പമുള്ള പടം നൽകിയിരിക്കുന്നു. പലരെയും അദ്ദേഹമാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നു. ഏതായാലും ഇന്ന് ഒന്നാം പേജിൽ മനോരമയും ഇത് തന്നെയാണ്, ഈ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഒന്നാം പേജ് എന്ന് പറയാം. കാരണം കേരളപ്പിറവിയെ ആ അർത്ഥത്തിൽ എല്ലാവരും എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇന്ന് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് സുപ്രഭാതത്തിൻ്റെയൊക്കെ ടോപ്പ് എന്ന് പറയുന്നത് തന്നെ കേരളപ്പിറവിയുടെ ആ ഒരു പച്ചപ്പുള്ള ചിത്രം സഹിതം നൽകിക്കൊണ്ട് സുപ്രഭാതം തളിർക്കുന്നു പ്രതീക്ഷകൾ, ഇന്ന് കേരളപ്പിറവി, പ്രതിസന്ധികൾക്കിടയിലും നെൽകൃഷിയുടെ മുന്നൊരുക്കമാണ് വയലിൽ എന്ന് പറഞ്ഞ് തൃശ്ശൂർ വെളുത്തൂർ കോൾപ്പാടത്തു നിന്നുള്ളൊരു ദൃശ്യം ഇന്ന് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ വാർത്തകളുടെ ഇത് സംബന്ധിച്ച ചില സ്പ്ലിറ്റുകളിലേക്ക് ഞാൻ പോകാം. അതിനൊപ്പം തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ നടന്ന ഒരു സംഭവം ഇന്ന് ഒന്നാം പേജിൽ വലിയ രീതിയിൽ ഇടം പിടിക്കുകയും ഒപ്പം കായിക പേജിൽ അത് വലിയ പ്രാധാന്യത്തോടു കൂടെ വന്നിരിക്കുകയും ചെയ്യുന്നതാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക്കിന് വിട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിടവാങ്ങിയ വാർത്തയാണ്. ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അത് ഒന്നാം പേജിലും സ്പോർട്സ് പേജിലും അടക്കം അദ്ദേഹത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച്, അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഭാശാലിയായിരുന്ന ഒരു താരത്തിൻ്റെ കളിയെക്കുറിച്ചുള്ള വളരെ വിശദമായി തന്നെയുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു. മ്യൂണിക്കിൽ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ മികച്ച സേവിലൂടെ ഇന്ത്യ വെങ്കല മെഡലിലെത്തിയത് എന്നും ഒപ്പം ഈ ഒളിമ്പിക്സിൽ മെഡൽ നേടുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സായിരുന്നു എന്നും മലയാളിയുടെ ആദ്യ ഒളിമ്പിക് മെഡലാണ് ഇതെന്നും മാതൃഭൂമി പറയുന്നു. ഒപ്പം ഉൾപേജിൽ, അതായത് സ്പോർട്സ് പേജിൽ മാനുവൽ യാത്രയാകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഒരു പ്രത്യേക സ്റ്റോറി തന്നെ നൽകിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം മലയാള മനോരമയിൽ അത് കടുവ കാവലൊഴിഞ്ഞു എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ. ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക് ഓർമ്മയായി എന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ
പറഞ്ഞ ഒരു നമ്മുടെ കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയ്ക്ക് അതിൻ്റെ ഒരു സൈഡ് സ്റ്റോറി മനോരമയിലും വളരെ കൗതുകരമായൊരു വാർത്തയുണ്ട്. നേരത്തെ ഈ IPSകാരെയൊക്കെ മലയാളം പഠിപ്പിക്കുന്ന മാഷിനെ കുറിച്ച് പറഞ്ഞതുപോലെ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ കേരളത്തെ ഇഷ്ടപ്പെടുന്ന അമേരിക്കൻ ദമ്പതികളുടെ മകൾക്ക് കേരള എന്ന് പേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരുള്ളൊരു മകളുണ്ട്, മുതിർന്ന മകളാണ്. ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ കരളാണ് കേരള എന്നാണ് അവർ അതിൻ്റെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കേരളം ആദ്യം കണ്ടപ്പോൾ തന്നെ കേരളയുടെ കണ്ണ് നിറഞ്ഞു. അമേരിക്കൻ സ്വദേശികളായ റോബർട്ട് മോഹൌസിനും ഭാര്യ കാതറിനും കേരളത്തോടുള്ള സ്നേഹമാണ് കേരള അവരുടെ ആദ്യ കൺമണി എന്ന് ഒന്നാം പേജിലെ ആ സ്റ്റോറിയിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ക്ഷേമ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ എല്ലാം വർദ്ധിപ്പിച്ചത് ഇത് അധിക ഭാരമാകും എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്നു. സഹകരണത്തിന് മേൽ ക്ഷേമഭാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പെൻഷൻ പണം കണ്ടെത്താൻ കൂട്ടപ്പിരിവ്, അടിയന്തരമായി പിരിച്ചെടുക്കുന്നത് 2000 കോടി, കൂടുതൽ പണം നൽകുന്ന ജില്ലയ്ക്ക് പുരസ്കാരം, കേരള ബാങ്കിൽ നിന്ന് വായ്പ നൽകാമെന്ന് ഓഫർ എന്ന് പറയുന്നു. അതായത് ഈ പെൻഷൻ വർധന പ്രഖ്യാപിച്ച സർക്കാർ അത് വിതരണം ചെയ്യുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനുള്ള തീവ്ര നടപടികൾ തുടങ്ങി എന്ന് മാതൃഭൂമി പറയുന്നു. മനോരമയിലേക്ക് വന്നാൽ മനോരമയുടെ ഉൾപേജിലുള്ള ചില വാർത്തകളിൽ കൂടെ പോകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ശബരിമല ഈ മല്യ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖകൾ കണ്ടെത്തിയെന്നും മുങ്ങിയ ഫയൽ പൊങ്ങിയെന്നും 420 പേജുള്ള ഫയൽ കണ്ടെത്തിയത് ദേവസ്വം ബോർഡിൽ നിന്ന് SITക്ക് കൈമാറി എന്നുള്ളൊരു വാർത്ത ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം മാധ്യമത്തിലേക്ക് വന്നാൽ മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മാനുവൽ ഫ്രെഡറിക്ക് ഒപ്പം തന്നെ ഈ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം നിർത്തിയത് ഒക്കെയുണ്ട്. ഒപ്പം മാധ്യമത്തിൻ്റെ ടോപ്പ് ഹെഡർ എന്ന് പറയുന്നത് ഈ ഓലമെടഞ്ഞുണ്ടാക്കിയ ഒരു ഫോണ്ടിൽ അവർ ടോപ്പ് കൊടുത്തിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി വിമർശനം, ഉത്തരവുകളോട് ബഹുമാനമില്ല, തെരുവുനായ കേസിൽ ചീഫ് സെക്രട്ടറിമാർ തന്നെ ഹാജരാകണം എന്നുള്ളൊരു വാർത്ത. അതാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഈ നമ്മുടെ ജമീമ റോഡ്രിഗസിൻ്റെ വലിയ ചരിത്രപരമായ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ചുള്ള സ്പോർട്സ് പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ബാന്ദ്ര എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമം നൽകിയിരിക്കുന്നു. ഇത് വളരെ രസകരമായി അവർ നൽകിയിരിക്കുന്നു. ഒപ്പം അവരുടെ അതായത് അവിശ്വസനീയമായത് കൈപ്പിടിയിലൊതുക്കിയതിൻ്റെ അമ്പരപ്പ് ഇപ്പോഴും ജമീമയ്ക്ക് മാറിയിട്ടില്ല എന്നും നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺവേട്ടയിൽ വിജയ തിലകം ചൂടുന്നതിന് കാരണക്കാരിയായ ആ പ്രകടനത്തെക്കുറിച്ച് ഏതായാലും മാധ്യമം എഴുതിയിരിക്കുന്നു. ഒപ്പം മാധ്യമത്തിൻ്റെ ഉൾപേജിൽ അസറുദ്ദീൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തെലങ്കാനയിൽ ആദ്യ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അസറുദ്ദീൻ, നമുക്കെല്ലാം നേരത്തെ പണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അസറുദ്ദീൻ മന്ത്രിയായ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം ടൈഗറിനെ കുറിച്ചുള്ള, അതായത് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ഫെഡറിക്കിനെ കുറിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനം നമ്മളെ കേരളപ്പിറവിയുടെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ലോക നെറുകയിൽ എന്ന് ദേശാഭിമാനി പറയുന്നു. ഒപ്പം ഏറ്റവും ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാസം കയ്യിലേക്ക് എത്തുന്നു ക്ഷേമ പെൻഷൻ 3600 രൂപ, ക്ഷേമ പെൻഷന് 1864 കോടി രൂപ അനുവദിച്ചു എന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പേജിലുണ്ട്. ഒപ്പം തെലങ്കാനയിൽ CPIM നേതാവിനെ കോൺഗ്രസ്സുകാർ കഴുത്തറുത്ത് കൊന്നു എന്നുള്ളൊരു വാർത്തയും ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ഒപ്പം ഇനി മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ നമ്മളുടെ ഈ കേരളപ്പിറവി പ്രഖ്യാപനം സംബന്ധിച്ച വാർത്തകളുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ബോർഡ് ആസ്ഥാനത്തുള്ള SIT റെയ്ഡാണ് ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. ഒപ്പം MV ഗോവിന്ദനെതിരെ ആരോപണം ഉന്നയിച്ച വ്യവസായി തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ എന്നുള്ളതും മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേവസ്വം പൂഴ്ത്തിയ രേഖകൾ പൊക്കി എന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള കൗമുദി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് ഞാൻ കുറച്ച് വേഗത്തിൽ പോവുകയാണ്. അതായത് ഹിന്ദുവിൻ്റെ വാർത്തകളിൽ ഹിന്ദുവിൻ്റെ ഒന്നാം പേജിൽ
ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇന്ത്യ US സൈൻ പാക്റ്റുമായി ബന്ധപ്പെട്ട ഡിഫൻസ് അതായത് പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. പക്ഷേ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നമുക്കറിയാം. ഏതായാലും തേജസ്വി യാദവുമായിട്ടുള്ള അഭിമുഖം ഇന്ന് 9-ാം പേജിൽ ഹിന്ദു നൽകിയിരിക്കുന്നു. ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ആളുകൾ പുതിയ സർക്കാരിനെ കുറിച്ച്, അതായത് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വരട്ടെ, അതിനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് തേജസ്വി യാദവ് പറയുന്നു. കാരണം ബീഹാറിൽ 20 വർഷമായി നിതീഷ് കുമാറിൻ്റെ ഭരണത്തിലാണ്. നമ്മൾ ഇത്രയും നേരം കേരളപ്പിറവി ദിനം അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏറ്റവും ചരിത്രപരമായ പ്രഖ്യാപനം ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. പക്ഷേ ജന്മഭൂമി അതിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. അത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളപ്പിറവി ദിനത്തിൽ സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണ് എന്നുള്ളതും ഈ പ്രഖ്യാപനം തട്ടിപ്പാണെന്നും ജന്മഭൂമി 1-ാം പേജിൽ മെയിൻ സ്റ്റോറിയായി നൽകിയിരിക്കുന്നു. അതിൽ അവർ ചോദിക്കുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അപ്പോൾ ഇവർ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പല സ്ഥലത്തുള്ള ചില ആളുകളുടെ ആ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ ക്ലേശത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയ്ക്ക് കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഏതായാലും ജന്മഭൂമി നൽകിയിരിക്കുന്നു. ഇന്ന് മറ്റ് വാർത്തകളിൽ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ NDAയുടെ വാർത്ത സങ്കല്പ ഇന്നലെ പത്രിക അവർ പ്രഖ്യാപിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാർത്ത സിറാജ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. NDAക്ക് സങ്കല്പപത്രം, പരമ്പരയെന്ന് കോൺഗ്രസ് എന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ ഇതിനിടെ മോദി വിദ്വേഷത്തിന് ശ്രമിക്കുന്നുവെന്നുള്ള MK സ്റ്റാലിൻ പറയുന്ന ഒരു ആരോപണം. അതായത് മോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബീഹാറിനെ സ്നേഹിക്കാത്തവർ അല്ലെങ്കിൽ ബീഹാർ വിരുദ്ധർ കോൺഗ്രസിൻ്റെ റാലിക്ക് എത്തി എന്ന് വോട്ടറധികാര യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ച് സ്റ്റാലിനെ കൊണ്ടുവന്നതിനെക്കുറിച്ച് വിമർശിച്ചിരുന്നു. ഇതിന് സ്റ്റാലിൻ മറുപടി നൽകിയിരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള വിദ്വേഷം പ്രധാനമന്ത്രി പ്രചരിപ്പിക്കരുത്. മറ്റൊന്ന്, ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രധാനമന്ത്രിയല്ല എന്ന് ഏതായാലും സ്റ്റാലിൻ പറഞ്ഞതും ഒപ്പം ചേർത്തിരിക്കുന്നു. മറ്റൊന്ന്, ചന്ദ്രികയിലെ ഉൾപേജിൽ ഇൻ്റർനാഷണൽ പേജിലുള്ള ഒരു വാർത്തയാണ്. സുഡാനിൽ വംശഹത്യ തുടരുന്നു, 460 രോഗികളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളൊരു വാർത്ത ചന്ദ്രികയും നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ വൈവിധ്യമാർന്ന വിഷയങ്ങളും മറ്റു തരത്തിലുള്ള വാർത്തകളുമുള്ള ഒരു ദിവസം എന്ന് പ്രത്യേകം പറയേണ്ടി വരും. മറ്റൊന്ന്, ഇന്ന് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിൻ്റെ ചരിത്രപരമായൊരു പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് വലിയ വിപുലമായ ചടങ്ങോടുകൂടെ നടക്കാൻ കൂടെ പോവുകയാണ്. നമുക്കറിയാം കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. ഏതായാലും മലയാളിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കേരളത്തിലെ നമ്മളുടെ ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകരെയും, ലോകത്തെവിടെയുള്ള എല്ലാ മലയാളിക്കും ആശംസകൾ നേരുന്നതിനൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കും പ്രത്യേകമായി കേരളപ്പിറവി ആശംസകൾ നേരുകയാണ് സേതു. ഓക്കെ, VS ശരി.